സാധനം കിട്ടിയിട്ടാ. എന്താ സംഭവം എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇതാണ് നമുക്ക് കൊടുക്കുന്ന നമ്മുടെ ടീം. നിങ്ങളെ പേര് ബ്രോ? വലിയ വലിയ ഉയരങ്ങൾക്ക് എത്തട്ടെ ആദർശ് ബ്രോ. അപ്പൊ ഓക്കെ ബ്രോ. പിന്നെ അവര് പറഞ്ഞ ഗ്ലൂക്കോസിന്റെ വെള്ളം ഫസ്റ്റ് കൊടുക്കണമെന്നാണ്. അതിനുശേഷമാണ് തീറ്റ കൊടുക്കാവൂ. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മള് പോവാണ്. പോയിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു ഇതാണ്. പൂങ്കുന്നാണ്, തൃശ്ശൂര് പൂങ്കുന്നത്താണ് നമ്മൾ പോകുന്നേട്ടാ. അപ്പൊ ഞാനുണ്ട്, അതുപോലെ തന്നെ ഇക്കുണ്ട്. അപ്പോ ഇതിന്റെ എന്താണ് സംഭവം നമ്മൾ ഇപ്പൊ പറയുന്നില്ല. അത് നമ്മൾ പോയിട്ട് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും. എന്തായാലും നമുക്ക് പോണ പരിപാടിയിലോട്ട് പോവാ അല്ലെ? സംഭവം വാങ്ങാനാണ് പോണത്. അതിപ്പോ അവിടെ ആള് വന്നിട്ടുണ്ട് പൂങ്കുന്നത്ത്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ആദ്യമായിട്ടാണ് ഈ പരിപാടി നമ്മള് ട്രൈ ഇത് നോക്കണത്. അതിൽ സക്സസ് ആകുമെന്നൊക്കെ നോക്കാം. അപ്പൊ പോകുന്ന വിശേഷങ്ങളും അത് കൊടുന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താ സംഭവം. ഓക്കെ. പിന്നെന്താ അതിന്റെ ഒരു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് സത്യത്തില്. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇതിലാണ്. പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമ്മള് വല്ലാണ്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ എന്തായാലും നമ്മള് പോയിട്ട് എന്താണ് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പിന്റെ ഒരു പരിപാടിയാണ്. ചിലപ്പോ അതിൽ എത്രത്തോളം വർക്കൗട്ടാന്ന് നമുക്കറിയില്ല. എന്നാലും അത് ഇക്കാണ് ഇതിന്റെ ഫുള്ള് എന്താ പറയാ ഇതിന്റെ ഏറ്റെടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അവനാണ് ഇതിന്റെ ഫുള്ള് നോക്കലും പിടിക്കലും ചെയ്യലൊക്കെ. അപ്പൊ ഓൾറെഡി പിടിച്ച് സംസാരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പോവാ, കളക്ട് ചെയ്യുക, കൊണ്ടുവരാ, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എന്താണ് സംഭവം. ലാഗ് അടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കട്ടാ. ഇതിന്റെ കാര്യമൊക്കെ ഇതെങ്ങനെയാ, എന്താ, ഏത് വർക്കൗട്ട് ആവോ എന്നൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് പോകുന്ന കുറച്ച് കാണാം. ഇതാണ് നമ്മുടെ പറപ്പൂര് പള്ളി. അതിന്റെ തൊട്ടടുത്താണ് പെട്രോൾ പമ്പ് വരുന്നത്. പറപ്പൂര് പള്ളി തൊട്ടടുത്താണ് നമ്മുടെ പള്ളിയും കൂടി വരുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ പള്ളിയാണ്. അവിടെയായിരുന്നു നമ്മള് ആദ്യത്തെ എന്താ പറയാ 4ാം ക്ലാസ് ചെറിയ സ്കൂൾ അവിടെയായിരുന്നു. പിന്നീട് അത് പൊളിച്ചു മാറ്റിയപ്പോ വലിയ സ്കൂളിന്റെ ഒപ്പാക്കി. പള്ളിയാണ്. പള്ളി പെരുന്നൊക്കെ നമുക്ക് 3 സ്കൂളാവും. ഈ ഭാഗത്തായിരുന്നു ആദ്യം ചെറിയ സ്കൂള്. നമ്മുടെ പറപ്പൂര് പള്ളി പാരീസിന്ന് കൊണ്ടുവന്ന ഒരു പേനോ എന്തോ ഉണ്ട് ഇതിന്റെ ഉള്ളില്. വലിയ പള്ളിയാണ്. പറപ്പൂര് സെന്റർ പഠിച്ചതും ഇവിടെയാണ്. പറപ്പൂരാണ്. ഇതാണ് പറപ്പൂര് ചന്ത. ഇതിന്റെ ഉള്ളില് ഈ ഓട്ട പോലത്തെ കുറെ വരികളായിരുന്നു ഇവിടെ. ഇപ്പൊ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. പണ്ട് ഈ ഓട് പോലെയായിരുന്നു, ഓരോ വരികളായിരുന്നു. ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ് പറപ്പൂര് സ്കൂള്. അവിടെയാണ് നമ്മളൊക്കെ പഠിച്ചത്. ഒരു സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സെന്ററിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോകണം. ഇത് തൃശ്ശൂർ റോഡാണ്. ഇത് പറപ്പൂർ സ്കൂളിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ വരുന്ന വഴി ചാവക്കാട് വഴി. ഇതാണ് പറപ്പൂരിലെ വിശേഷങ്ങൾ. സാധനം കിട്ടിയിട്ടാ. എന്താ സംഭവം എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പറയാ ഐഡിയ ഉണ്ട്. നിങ്ങൾക്കുണ്ടല്ലേ? ഓക്കെ. ഇതെന്ത് സംഭവം എന്ന് വെച്ചാല് ഇത് വീട്ടിൽ പോയിട്ട് നമുക്ക് റിവീൽ ചെയ്യാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇതാണ് നമുക്ക് കൊടുക്കുന്ന നമ്മുടെ ടീം. നിങ്ങളെ പേര് ബ്രോ? ആദർശ് അല്ലേ? ഓക്കെ. ഇത് ശരിക്കും നിങ്ങൾ എവിടെയാ വരുന്നത്? അതെ അല്ലെ? നിങ്ങൾ എത്ര വർഷത്തോളായി? കുറെ വർഷത്തോളായി ഉണ്ടല്ലേ? അപ്പൊ ഈ ഡെലിവറി ഓൾ കേരള ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ടോ? ആണല്ലേ? നിങ്ങള് പേര് റിവീൽ ചെയ്യണ്ട. എന്നുവെച്ചാല് ഇതെന്താ പ്രോപ്പർട്ടി പറയണ്ട. ലാസ്റ്റ് പൊട്ടിക്കുള്ളൂ. ആണല്ലേ? അവന്റെ പേര് സുകേഷ് അല്ലേ? ഓക്കെ. ഇവിടെ എവിടെ സ്ഥലം? ഈ ഒരു ഫീൽഡില് ആയിട്ടല്ലേ? ആണല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഇതില് മാത്രല്ല വേറെയും കുറെ പരിപാടികൾ ഉണ്ടല്ലേ? ഓക്കെ ഉണ്ടല്ലേ? പരിപാടികൾ ഇത് മാത്രല്ല കേട്ടാ, വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്.
അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മള് ബ്രോന്റെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നെ അറിയാലോ, ഇക്കാന്ന് പറയുമ്പോ അവൻ ഫുള്ളും അരിച്ചു പെറുക്കി ജെനുവിൻ ആയത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ നല്ലൊരു ടീം ആയതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ, നിങ്ങളുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂല്ലോ. പറഞ്ഞോളൂ. വിൻസ് ഫാമിംഗ് എന്നാണ് നമ്മുടെ പേജിന്റെ പേര്. ഫാമിംഗ് ഉണ്ടല്ലേ, ഇൻസ്റ്റ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇൻസ്റ്റ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റ പേജ് വേണമെങ്കിൽ കൊളാബ് വേണമെങ്കിൽ ചെയ്യാം ഇൻസ്റ്റയിൽ ഇടുമ്പോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൂലേ? നമ്മളിപ്പോ എന്താ പറയാ, വേടിനെ കൊടുക്കല് മാത്രല്ല, അവർക്ക് വേണ്ട എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും അല്ലേ? A to Z സർവീസ് ഫുള്ള് ചെയ്തു കൊടുക്കും അല്ലേ? ആണല്ലേ? നമ്മുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ്, അതെ, എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും. കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ A to Z ഹെൽപ്പ് ചെയ്യുന്നല്ലേ? ഓക്കെ. ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് അറിയാത്ത കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതൊക്കെ ഇവരെ ഭാഗത്ത് എന്തായാലും ഹെൽപ്പായിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് ഇവര് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നു ഇൻസ്റ്റയിലൊക്കെ. വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം നമ്മൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇവരിന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കുന്നത്. എന്താ പറയാ, അങ്ങനെ കൂടുതൽ വാങ്ങിക്കണമെന്നും ആഗ്രഹമുണ്ട്. സ്ഥലപരിമിതി ഉള്ള കാരണമാണ് നമ്മളിപ്പോ തൽക്കാലം കുറച്ച് വാങ്ങിയിട്ടുള്ളത്. കുറെ കൂടി കഴിഞ്ഞ് നമുക്ക് കൂടുതൽ വാങ്ങിക്കാം. അപ്പോ ഇതുപോലെ നമ്മൾ ബന്ധപ്പെട്ടത് നമ്മുടെ പേര് പറഞ്ഞത് ആദർശ് ബ്രോന്റെ ആണ്. അപ്പോ അതിന്റെ കമ്പനി നെയിമും അതുപോലെ തന്നെ ബ്രോന്റെ ഡീറ്റെയിൽസ് നമ്പറും കാര്യമെല്ലാം താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതുപോലെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് ബ്രോനായിട്ട് കോൺടാക്ട് ചെയ്യാട്ടോ. നമ്മളാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇത്രയും ചെറിയ സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുന്നത്. ലിമിറ്റ് സ്റ്റോക്ക് ഉണ്ട്, അവരതിനടിയിലേക്ക് പോവില്ല. സ്റ്റാർട്ടപ്പ് ആവുന്നവർക്ക് നമ്മൾ തന്നെയാണ് ഇത്രയും ചെറിയൊരു തുടക്കം കിട്ടാൻ വേണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. മാർക്കറ്റിംഗ് വരെ എങ്ങനെയാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ. അത് നമുക്ക് കാണിച്ചേ. നമ്മൾ മേടിച്ചത് തന്നെ കേട്ടാ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കാടക്കോഴി അവറുകൾ അല്ലേ, കാടക്കുട്ടിയില്ലേ, ഇതാ നമ്മൾ മേടിച്ചല്ലേ കേട്ടാ. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് പരിപാടിയാണ്. സ്റ്റാർട്ടിങ് ആയിട്ടില്ല. ഇത് എത്ര ദിവസമായി ചേട്ടാ? വിരിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇത് നമ്മുടെ ഹൈബ്രിഡ് സെക്ഷൻ ആട്ടാ. അത് ബ്രോന് സ്റ്റാർട്ടിങ് ആയോണ്ടേ ഇത് നമുക്ക് മറ്റേ ഇതിനെ വെച്ച് നോക്കുമ്പോഴേ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവും. ഇത് കുറച്ചും ഹൈബ്രിഡ് ആണ്, കുറച്ചും ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലേ? അത് നമ്മളിപ്പോ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും അല്ലേ? കളറും കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് തന്നെ ഫാമില് നമ്മുടെ തന്നെ വെച്ചിട്ട് നിങ്ങൾ തന്നെ സെറ്റ് ആക്കുന്നതല്ലേ? ഒരു ദിവസം പ്രായമുള്ള കുട്ടികളാണ് നിലവിൽ കൊടുക്കണേ. അപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നമ്മൾ നിലവില് പാരന്റ് സ്റ്റോക്ക് ആക്കി ക്വാളിറ്റികൾ അതിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു 9,000-10,000 കുട്ടികൾ ഉണ്ടാവും അല്ലേ? ഇതിന് കൊടുക്കേണ്ട വിധ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ളും പറഞ്ഞുതരാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു ഫീഡ് ഉണ്ട്. ഒരു 14 ദിവസം കൊടുക്കുക, പിന്നെ അത് മാറ്റിക്കൊണ്ടുവരാം. 14 ദിവസം നമുക്ക് എന്തായാലും ലൈറ്റിങ്ങും കാര്യങ്ങളും വേണം. പിന്നെ ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കെയർ ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോ ഏകദേശം എത്ര മാസം പിടിക്കണം ഇത് മുട്ട കിടണമെങ്കിൽ? നമുക്കൊരു 40 ദിവസം കഴിഞ്ഞ് മുട്ടയിട്ട് തുടങ്ങും. ആണോ? 40 ദിവസം ഓൾമോസ്റ്റ് സെറ്റ് ആവും ആണല്ലേ? പിന്നെ ഇവർക്ക് ഒരു കാലപരിധി എന്തെങ്കിലും ഉണ്ടോ? മുട്ട പ്രായം ഇപ്പൊ ഒരു 8 മാസം 9 മാസം മുട്ടടും. അത് കഴിഞ്ഞ് പിന്നെ ഇറച്ചി കാടായിട്ട് നമുക്ക് വിടാം അല്ലേ? ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് ഇന്ന് 17 18 19/8/2026 ഇന്നിപ്പോ ഒരു ഇറച്ചിക്ക് തന്നെ ഒരു 60 രൂപ 70 രൂപ കിട്ടും അല്ലേ? ഡയറക്റ്റ് നമ്മൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ ഇതിപ്പോ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആളുണ്ട് എടുക്കാൻ. ബ്രോയിലർ വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഇറച്ചി മീറ്റ് ആണ്. ഇത് നമുക്ക് അത്രയും ഗ്രാമായിട്ട് കിട്ടില്ല, അതാകുമ്പോ ഗ്രാം കിട്ടുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇറച്ചി പർപ്പസ് നമുക്ക് ഇപ്പൊ ഇങ്ങടയില് ഈ ഒരു കാടയിലാണ്ട് വേറെ എന്തൊക്കെയല്ലേ? നമ്മുടെ ഒരു കോഴിയുണ്ട്. ഏത് നാടൻ കോഴി? ഞാൻ നാടൻ കോഴി തനിതായ തലശ്ശേരി നാടൻ തലശ്ശേരി നാടൻ ആണല്ലേ? പിന്നെ ആളുടെ അത്യാവശ്യം കുറെ ഐറ്റംസ് ഉണ്ട്. ഫാൻസി ടർക്കികള്, ടർക്കികള്, പിന്നെ B380 കോഴികള്, ഫയോമി കോഴികള്, നിങ്ങൾ ഇതിന്റെ വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നിലവിൽ വല്ല വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമുക്ക് വാട്സാപ്പിൽ അയച്ചായോ? ഞാൻ വേണമെങ്കിൽ ഇത് വീഡിയോസിൽ നമുക്ക് ഇടാം. നമ്മളെ ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, കുറെ ബ്രീഡുകള് ആണല്ലേ? മുട്ട പർപ്പസിന് വേണ്ടിട്ട്. കൂടുതൽ ചെയ്യുന്നത് മുട്ട പർപ്പസിന് ഫയോമി, അതുപോലെ B380, അതുപോലെ ആസ്ട്രോപ്പ്.
ഈ ഫ്രൈന്നൊക്കെ ശരിക്കും നമ്മുടെ നാടൻ കോഴിയുടെ പോലെ ആണല്ലേ? അടയിരിക്കില്ല എന്ന് മാത്രം. ഓക്കെ ഓക്കെ. മറ്റേ തലശ്ശേരി നാടൻ ആ കോഴികൾ അതൊക്കെ പിന്നെ അടയിരിക്കും. നമ്മുടെ വീട്ടില് നമ്മുടെ പണ്ട് വീടുകളിൽ വളർത്തിയിരുന്ന അടയിരിക്കുന്ന കോഴികളാണ്. ആണല്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. ആടുണ്ട്. എല്ലാവിധം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അതെ അതെ. അപ്പൊ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലാട്ട. ആള് ഡിഫറെന്റ് ആണ്. എല്ലാവിധ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാല് കോണ്ടാക്ട് ചെയ്യാട്ടാ. അതിപ്പോ ഈ ഡേവോൾഡും ചെയ്യുന്നുണ്ട്. പിന്നെ 4 മാസത്തെ കോഴികള്, 1 മാസത്തെ കോഴികള്. ആണല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. നിങ്ങൾ അതിന് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചെന്നാലേ നമുക്ക് ഇതിലൊക്കെ മെൻഷൻ ചെയ്തിട്ട് ആൾക്കാർ കാണുമ്പോൾ ഒരു ഇതുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ ബ്രോന്റെ നമ്പർ ഞാനിൽ വെക്കാം. പേഴ്സണലായിട്ട് നമ്പർ വെക്കാം. അപ്പൊ അവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ എല്ലാവിധ ഹെൽപ്പ് ഉണ്ടാവില്ലല്ലോ, സപ്പോർട്ട് ഉണ്ടാവില്ലോ അല്ലേ? പിന്നെ ഓൾ ഡെലിവറി കേരള ഇന്ത്യ ചെയ്ത് കൊടുക്കുന്നല്ലേ? ഓക്കെ. നമുക്കിപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇഷ്ടം പോലെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പൊ ചെയ്യാ ഡിമോറയിലാണ്. ഡിമോറയായിട്ട് നല്ല ഇതാണ്, അവരെ സേഫ് ആയിട്ട് അവർ എത്തിക്കും. ഡിമോറയിലാണ് മെയിൻ ആയിട്ട് ഇവിടെ ഓൾ കേരളം ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ ത്രൂ ചെയ്യാം. ഇതുപോലെ നല്ല നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് ആള് വിടുന്നുണ്ട് കേട്ടാ. അപ്പൊ ബ്രോന്റെ ഉള്ളത് കാടയും നാടനും മാത്രമാണ് ബ്രോ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാവിധ ഫെസിലിറ്റി ചെയ്യണം നമ്മുടെ ഈ ബ്രോന്റെ പേര് മറന്നുപോയി. സുകേഷ് ബ്രോ, ആദർശ് ബ്രോ ട്ടാ. അപ്പൊ ഞാന് മേഖലയില് ജനറേഷൻ വരാൻ വേണ്ടി പേജ് ഉണ്ട് അല്ലേ? നമ്മള് ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ചെയ്യാറുള്ളതാണ്. എല്ലാം ചെയ്യാനുള്ളതാണ്. ആരെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് ഹെൽപ്പ് ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. എന്ത് ശരിക്കും പ്രോപ്പർ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞോ? നമ്മുടെ എന്റെ സ്ഥലം വരുന്നത് ചെറൂരാണ്. ചെമ്പുക്കാവിന്ന് വിമല കോളേജിന്റെ പോണ വഴിയിലാണ്. ആളുടെ സ്ഥലം വരുന്നത്, നമ്മുടെ ഫാം വരുന്നത് ചെമ്പുത്തറ അല്ലേ? ആണല്ലേ? ഫാം ഒക്കെ അവിടെ തന്നെയാണ്. ഓക്കെ. നിങ്ങളപ്പോ പാർട്ട്നേഴ്സ് ആണോ? അങ്ങനെയും പറയാം. കസിൻസ് ആണ്, പാർട്ട്നേഴ്സും ആണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ വീഡിയോസും പർപ്പസും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ട്രാവലിംഗ് ആണല്ലേ? ആൾക്കാർക്ക് നല്ല വീട് എത്തിക്കണം എന്നുള്ള കൺസെപ്റ്റ് വന്നു. ചേട്ടനായിട്ടുള്ള ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. ആണല്ലേ? തലശ്ശേരി നാടനുണ്ട്, കറക്റ്റ് ലൈനായിട്ടുള്ള ബ്രീഡ്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫാമും ഇതായിട്ട് വരും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു ബൾക്ക് വേറെ പ്ലാനിങ് ഉണ്ട് അല്ലേ? അപ്പൊ നല്ല നല്ല ബിസിനസ് മൈൻഡ് എന്തായാലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ആദർശ് ബ്രോ. അപ്പൊ ഓക്കെ ബ്രോ, കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് ആയതുകൊണ്ടേ പലരും കോണ്ടാക്ട് ചെയ്യാട്ടാ. അപ്പൊ നിങ്ങളൊരു വീഡിയോസും കാര്യം അവരുടെ ഫാമിന്റെ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാനിത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ആണല്ലേ? ഇൻസ്റ്റ അല്ലേ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന? ആണല്ലേ? പിന്നെ ഫാമിംഗ് റിലേറ്റഡ് ഫാമിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അറിവുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയിലും കുറച്ച് കട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, കൊളാബ് ചെയ്യാം കേട്ടാ. അപ്പൊ നമ്മളെ പ്രോനായിട്ട് നമ്മള് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും കാര്യങ്ങളൊക്കെ ഫുള്ളും നമ്പർ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഫുള്ളും നമ്മള് താഴെ കൊടുക്കാം അല്ലെ? പിന്നെന്താ പിന്നെ പോവല്ലേ നമുക്കെന്നാ? അപ്പൊ ഓക്കെ. ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാട്ട് യാത്ര ചെയ്തപ്പോ കരിമ്പിൻ ജ്യൂസ് കുടിക്കാം നമ്മുടെ ബായിന്റെ അവിടെ നിന്ന്. ഉള്ളൂർക്കര അല്ലേ? കടവെക്ക്. അങ്ങനെ നമ്മള് മേടിച്ച് വീടെത്തിയിട്ടുണ്ട് കേട്ടാ. സാധനം വീടെത്തിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? നിങ്ങക്ക് എന്താ സംഭവം മനസ്സിലായില്ലേ? ഹലോ ഹലോ ഹലോ. ഇത് ഇന്ന് വിരിഞ്ഞ സാധനം കേട്ടോ. ഒറ്റ ദിവസമായിട്ടുള്ളൂ കേട്ടോ. അത് കാരണം വിരിഞ്ഞിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ. ഉണ്ടോ? ഒരു 50 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോ നോക്കിയേ. ഹലോ ഹായ് ഹലോ. പൂച്ചകളൊക്കെ ഉണ്ട്. ആരും ഇളകില്ല. ഇളക്കി കഴിഞ്ഞാൽ അവർക്കറിയാം. ഹലോ രണ്ടാളുണ്ട്. പക്ഷെ
അവിടെ ഇവിടെ ഒരാളുണ്ട്. ഇതാ താറാമ്മമാർ കളിച്ചോണ്ടിരിക്കുന്നുണ്ടാ. താറാമ്മ കളിച്ചോണ്ടിരിക്കുക. ഏതൊരു കളി. നമുക്ക് ഇവരെ ഒരു ബിസിനസ് പർപ്പസ് അല്ല, നമ്മളിങ്ങനെ എന്താ പറയാ, അത് മേടിച്ചിട്ട് 40 ദിവസം കൊണ്ട് അത്യാവശ്യം വലുതാവുന്ന പറയുന്നത്, മുട്ടയൊക്കെ ഇടുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ് പർപ്പസ് അല്ല നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിലൊക്കെ ആവുകയാണെങ്കിൽ അതും ചിന്തിക്കാന്ന് മാത്രം. അങ്ങനെ അപ്പോൾ എന്തായാലും പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓൺലൈൻ അവിടെ നിന്ന് ആ നമ്പറും കാര്യം തപ്പിയെടുത്തിട്ട് അങ്ങനെ അവരെ കുറിച്ച് അന്വേഷിച്ച് പിടിച്ച് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് നമ്പർ. അങ്ങനെ കോൺടാക്ട് ചെയ്ത് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. അവരെല്ലാം കൊണ്ടും അവർ ഇവിടെ ഓൾ ഇന്ത്യ വരെ അവർ ഡെലിവറി ചെയ്ത് തരുന്ന ഒരു ടീമാണ് കേട്ടോ. മൊത്തത്തിൽ കാടക്കോഴി മാത്രമല്ല, എല്ലാവിധ കോഴി ഇനങ്ങളിൽ പെട്ട എല്ലാവിധ സാധനങ്ങളും അവരിലുണ്ട്. പിന്നെ ഇവരിൽ കാടക്കോഴി. ഹലോ. അപ്പോൾ ഇനി അടുത്തത് ഇവരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ കാടക്കോഴിയോ അല്ലെങ്കിൽ കോഴികളോ ഫാൻസി കോഴികളോ പിന്നെ എന്താണ് ടർക്കി കോഴിയോ ഏതൊക്കെ കുറേ തരം കോഴികളുടെ പേര് പറഞ്ഞു തന്നെ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് തീരെ അറിവില്ലാത്തൊരു വ്യക്തിയാണ് ഞാനൊക്കെ. അപ്പോൾ ഇക്കാക്കൊക്കെ നല്ല ഇതിനെക്കുറിച്ച് ഭയങ്കര ഐഡിയ ആണ്. ഏതൊക്കെ കോഴിയാണ് ഇന്ന ഇനത്തിൽ പെട്ടത് A to Z കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ കൊടുക്കണം പിടിക്കണം എന്നൊക്കെ. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അവരായിട്ട്. അപ്പോൾ അവർ തന്നെ A to Z അവർ ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും, കൊടുന്നു തരും കേട്ടോ. ഇതൊരു പ്രൊമോഷൻ കാര്യമൊന്നുമല്ല, നമ്മൾ മേടിച്ചപ്പോൾ നമ്മൾ ഇതും കൂടി നമ്മളൊന്ന് ചെയ്തിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ കണ്ണാ സാധനം ഇപ്പഴത്തെ വീഡിയോസ് എടുത്തു. നമുക്ക് തൽക്കാലം ഇതിനൊരു വേറെ ഇതിലേക്ക് മാറ്റണം. പിന്നെ അവര് പറഞ്ഞ ഗ്ലൂക്കോസിന്റെ വെള്ളം ഫസ്റ്റ് കൊടുക്കണം എന്നാണ്. അതിന് ശേഷമാണ് തീറ്റ കൊടുക്കാവൂ. ഗ്ലൂക്കോസ് മേടിച്ചിട്ടുണ്ടോ? ഗ്ലൂക്കോസ് വാങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഈ പെട്ടിയിലാക്കാം. ഇതില് ബൾബ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ വീഡിയോ കാണാം നമുക്ക്. അണ്ണാ നമ്മുടെ സജിയേട്ടന്റെ വീടില്ലേ വേലായുധ ചേച്ചൻ? ഇത് തക്കുടു ഇല്ലേ, നമ്മുടെ ഈ കാണാന്റെ വീടിന്റെ അപ്പുറത്തെ വീട്? അവിടെ നിന്ന് ഒരു പഴയ ന്യൂസ് പേപ്പർ ഒന്ന് വാങ്ങിച്ചു വരുമോ? ന്യൂസ് പേപ്പർ പഴയത് 40 ദിവസം കഴിയണല്ലേ? അങ്ങനെ പിന്നെ അപ്പൊ ഇങ്ങനെയല്ലേ? പിന്നെ അതെന്തായാലും നമുക്ക് മാറ്റിയിട്ട് ഇതാക്കാം അല്ലേ? മാറ്റിയിട്ട് അതിലേക്ക് ആക്കണം. ഗ്ലൂക്കോസ് വെള്ളം വെച്ചു കൊടുക്കാം. അപ്പൊ അത് കുടിക്കും. അപ്പൊ നമുക്ക് ന്യൂസ് പേപ്പർ കൊടുത്തിട്ടില്ലേ, അത് ചുരുട്ടണം. ചുരുട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കണം. അപ്പൊ അവര് പറഞ്ഞ എന്താ ഗ്രിപ്പ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കാലിങ്ങനെ തെന്നി പോകുന്ന പറഞ്ഞു. അപ്പൊ ആ ന്യൂസ് പേപ്പർ ഇപ്പൊ കൊണ്ടുവരും. അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ ഗ്ലൂക്കോസ് പൊടി ഇട്ടിട്ട് വെള്ളം വെച്ചു പൂച്ച പിടിക്കോ? അങ്ങനെ നമുക്ക് താഴെ നിന്ന് കൊട്ടി നോക്കട്ടെ. അപ്പൊ അത് കൂട്ടട്ടെ പാടി പെണ്ണുകളാ രശ്മി പറഞ്ഞിട്ടിറങ്ങി. റഹ്മാൻ പറഞ്ഞിട്ടാ പൂച്ച പിടിക്കാണ്ടും കാക്ക പിടിക്കാണ്ടും നായ പിടിച്ചാണ്ടും നല്ല കുട്ടികളായിട്ട് ഇങ്ങനത്തെ ഓമട്ട കാരണോട്ടാ. ഇവിടെ ഉണ്ണിവാവകള് വരില്ലേ? ഉണ്ണിവാവകള് വരുമ്പോ നിങ്ങള് വലിയ കുട്ടിയായിട്ടാ വരാൻ പേടിക്കുന്നുണ്ട്. കയ്യില് തൊടാൻ പോലും കിട്ടുന്നില്ല. ഗ്ലൂക്കോസ് ഫസ്റ്റ് ഗ്ലൂക്കോസ് കലക്കണം കലക്കണം ഫസ്റ്റ്. ഇതൊക്കെ ഒരു എന്താ പറയാ സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് പർപ്പസ് അല്ല, ഒരു പിന്നെ ചെയ്യണത് ഒരു കൗതുകം, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഒരു ബിസിനസ്സായി മാറ്റാം അല്ലേ? കുടിക്കോ അത് ഇങ്ങനാള്? തൊടില്ല. എന്റെ നോക്കണ്ട്. എന്റെ ഫ്രണ്ട്സുകളാട്ടാ, പുതിയ ഫ്രണ്ട്സുകള്.
വെള്ളം കുടിക്കാത്തവരൊക്കെ കുടിക്കി. തൊട്ട് കഴിഞ്ഞ ഇതാരെന്നറിയാം, എന്റെ അനിയത്തി കുട്ടികളൊക്കെ കേട്ടാ. ആരാ? ഫുൾ എന്റെ അനിയത്തി കുട്ടികളാണ്. അനിയത്തി കുട്ടികള് തൊട്ട് കഴിഞ്ഞ രണ്ടരത്തിന്റെ കൈ വിട്ടു ഞാന്. ഇവിടെ നോക്കണ്ട്. എന്താ അത്ഭുതം നോക്കണ്ട്. നോക്കൂല, ഇവൻ തൊട്ടില്ല. അവൻ തൊട്ട് കഴിഞ്ഞാൽ എന്റെ ചെകിട്ടും മുള്ളി പടക്കി ഞാൻ. കുടിക്കുന്നുണ്ട് ആള്. ആകാംക്ഷയോടെ നോക്കണ്ട. നോക്കട്ടെ, ആകാംക്ഷയോടെ നോക്കണ്ട്. കൊണ്ടുപോയോ നമ്മളെ ചെക്കന്മാര് പേപ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. ടാറ്റ കൊടുത്ത, ടാറ്റ കൊടുത്ത. ഇതില്ലേ അപ്പിട്ട് തുടങ്ങില്ലേ? ഇത് എത്ര ദിവസം ഗ്ലൂക്കോസ് കൊടുക്കലേ? എത്ര ദിവസം കൊടുക്കല്? നീ കാലടയിലുണ്ടാ? കാലാ പറഞ്ഞണ്ട, കാലാ പറഞ്ഞണ്ട. എണീച്ചോ 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 പതുക്കെ എണീച്ചോ. ചെറുതുകളെ രസാട്ടാ. അവർക്ക് ഇത്ര വിശാലമായിട്ട് വേണം. അവർക്ക് കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലം വേണം. ചെറിയ ഇതില് പറ്റില്ല. ഇതില് പറ്റി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇടങ്ങാറാവും. പാത്രം വെള്ളം വെച്ചെടുക്കുമ്പോഴേ. ഹലോ 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 ഹലോ. ഇന്നെ കുഴച്ചിട്ട് തിന്നല്ലോ. ഇങ്ങനെ കുഴച്ചിട്ട് ഫ്രൈ ആക്കി പഠിച്ചാലോ? ഇങ്ങനെ കുഴച്ചിട്ട് ഫ്രൈ ആക്കി പഠിച്ചാലോ? മാവില് മുക്കിയിട്ട് പക്കോട അല്ലേ? ഇതിനാ ഇത് മാവില് മുക്ക, ഇങ്ങനെ മുക്കിയിട്ട് ഇട്ട പക്കോട ട്ടാ. 20 റുപ്യ ഒന്നിന് കേട്ടാ പക്കോടക്ക് അല്ലേ? കാട പക്കോടക്ക് 20 റുപ്യ ഗൈസ്. ഹലോ, ഇനി ഇതൊക്കെ ഇനി വലുതാവണ്ട അല്ലേ? 40 ദിവസം പിടിക്കുന്നോ? വീട്ടില അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? ബാക്കിയുള്ള അടുത്ത ഇത് ബോക്സിലാക്കല്ലേ? ഇതില് ബോക്സിലാക്കി ബൾബും കൈ ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ പിന്നെ ഇത് നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലാക്കാം. ഇത്രയൊക്കെയുള്ള വീഡിയോസ്. നമ്മുടെ കുട്ടികളെ നോക്കുന്നുണ്ട്. ഇളകില്ല, നിന്നെ ഇളകി കഴിഞ്ഞാട്ടല്ലോ നിന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോസ്. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് കേട്ടാ. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.